പേര് കേൾക്കുമ്പോഴേ പായസത്തിൻ്റെ മാധുര്യമൂറുന്ന തുള്ളൽ കലാരൂപം പിറവികൊണ്ട നാട് അമ്പലപ്പുഴ. വിവിധ വിഭാഗം ജനങ്ങൾ അധിവസിക്കുന്ന അമ്പലപ്പുഴയിൽ വികസനത്തിൻ്റെ മാധുര്യമെത്തിയ കാലമാണിത്. അമ്പലപ്പുഴയിലെ സർവതല സ്പർശിയായ വികസന കാഴ്ചകൾ കണ്ടുവരാം. അഞ്ച് പഞ്ചായത്തുകളും ആലപ്പുഴ നഗരസഭയിലെ 25 വാർഡുകളും ചേർന്നതാണ് അമ്പലപ്പുഴ മണ്ഡലം. മത്സ്യത്തൊഴിലാളികളും കർഷകരും നിർമ്മാണ തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന അമ്പലപ്പുഴയുടെ വികസന ചരിത്രം തങ്കലിപികളിൽ എഴുതിച്ചേർത്ത 5 ആണ്ടുകളാണ് കടന്നുപോകുന്നത്. അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ കിഫ്ബിയുടെ ഭാഗമായി നമ്മുടെ ഒരു വികസന പ്രക്രിയയിൽ വളരെ വലിയ മാറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഒരു വർഷമാണ് 10 വർഷം കടന്നുപോയത്. അതിൽ പ്രധാനമായും ആശുപത്രികൾ, സ്കൂളുകൾ, പുലിമുട്ട്, പാലങ്ങൾ, അങ്ങനെ ഒരു വലിയ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഏതാണ്ട് 1000 കോടിയോളം രൂപയിൽ വേണ്ടിയുള്ള വികസനം നടത്താൻ കഴിഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട 3 പദ്ധതികൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് ഒന്ന് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലത്തിന്റെ സർവ്വമേഖലയിലും വികസന മധുരമെത്തിച്ച് കിഫ്ബി 1000 കോടി രൂപയുടെ പദ്ധതികളാണ് ചുരുങ്ങിയ കാലം കൊണ്ട് അമ്പലപ്പുഴയ്ക്ക് സമ്മാനിച്ചത്. ആലപ്പുഴ ജില്ലയിലെ തന്നെ സർക്കാർ മേഖലയിലുള്ള 2 പ്രധാന ആതുരാലയങ്ങൾ അമ്പലപ്പുഴ മണ്ഡലത്തിലാണ്. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ 117 കോടി രൂപയുടെ 7 നില OP ബ്ലോക്കാണ് പൂർത്തീകരിച്ചത്. അത് കെട്ടിടം മാത്രമല്ല, അവിടെ MRI സ്കാനുണ്ട്, CT സ്കാനുണ്ട്, ബ്രോങ്കോസ്കോപ്പി ഉണ്ട്, എൻഡോസ്കോപ്പി ഉണ്ട്, മാമോഗ്രാം ഉണ്ട്. അപ്പോൾ ഒരു ആധുനികമായ എല്ലാ ചികിത്സാ സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു സംവിധാനമാണ് ആശുപത്രിയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന മാറ്റം. സംസ്ഥാനത്തെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജുകളിൽ ഒന്നായ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയും പഴയ മെഡിക്കൽ കോളേജായിരുന്ന ജില്ലാ ജനറൽ ആശുപത്രിയും മണ്ഡലത്തിന്റെ ആരോഗ്യ മേഖലയിൽ വലിയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളാണ്. 2 ആശുപത്രികളിലുമായി ആയിരക്കണക്കിന് രോഗികളാണ് ദിനവും ചികിത്സ തേടിയെത്തുന്നത്. ആശുപത്രികളുടെ മുഖച്ഛായ മാറ്റിയ വികസന പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കിയത്. കിഫ്ബി ഫണ്ടിൽ നിന്ന് 117 കോടി രൂപ ചെലവഴിച്ച് 7 നിലകളിലായി നിർമ്മാണം പൂർത്തിയാക്കിയ OP ബ്ലോക്ക് ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെ പുതിയ മുഖമായി. മറ്റൊന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കാണ്. അതിൽ സെൻട്രൽ ഷെയറും സ്റ്റേറ്റ് ഷെയറും കൂടി ചേർന്നാണ്. അതിൽ 173 കോടി മുടക്കിയിട്ടാണ് പൂർത്തീകരിച്ചത്. ഇന്ന് നമ്മുടെ ആലപ്പുഴയിലെ പാവങ്ങളായ രോഗികൾക്ക് വലിയ ആശ്വാസമാണ്. അവർക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സാ സൗകര്യം ഒരു മെഡിക്കൽ കോളേജിൽ ലഭിക്കുന്നു, സർക്കാർ ആശുപത്രി കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് പൂർത്തിയാക്കിയത് 173 കോടി രൂപ ചെലവഴിച്ചാണ്. കെട്ടിട സൗകര്യങ്ങൾക്കപ്പുറം വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്ന ആതുരാലയമാക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയെ മാറ്റാനായി. മണ്ഡലത്തിലെ കിഴക്കൻ കാർഷിക മേഖലയെ പുറക്കാടുമായി ബന്ധിപ്പിക്കുന്ന തോട്ടപ്പള്ളി 4 ചിറ പാലം വികസന വഴിയിലെ മിന്നുന്ന അധ്യായമാണ്. പക്ഷിച്ചിറകിന്റെ മാതൃകയിൽ ഡിസൈൻ ചെയ്ത് നിർമ്മാണം പൂർത്തിയാക്കിയ പാലം സഞ്ചാരികളുടെ ഇഷ്ടയിടവുമാണ്. 60 കോടി 73 ലക്ഷം രൂപ കിഫ്ബി ഫണ്ട് ചെലവഴിച്ചാണ് മനോഹരമായ 4 ചിറ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അമ്പലപ്പുഴ, ആലപ്പുഴ മണ്ഡലങ്ങളുടെ അതിർത്തിയിലുള്ള ജില്ലാ കോടതി പാലം സംസ്ഥാന സർക്കാരിന്റെ വികസന കാഴ്ചപ്പാട് പ്രതിഫലിപ്പിക്കുന്ന നിർമ്മാണ പദ്ധതിയാണ്. കിഫ്ബി ഫണ്ടിൽ നിന്ന് 120 കോടി രൂപ ചെലവഴിച്ചുള്ള ജില്ലാ കോടതി പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. മറ്റൊന്ന് തോട്ടപ്പള്ളി 4 ചിറ പാലമാണ്.
അത് പുറക്കാട് പഞ്ചായത്തിലെ കിഴക്കൻ കാർഷിക മേഖലയുമായി ബന്ധപ്പെടുന്നതും അവിടെ നിന്ന് ഒരു ബൈപ്പാസ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കരിമാടിയിലേക്ക് എത്തി തിരുവല്ലയ്ക്ക് പോകാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു ബൈപ്പാസാണ്. 60,73,00,000 രൂപ മുടക്കിയിട്ടാണ് ആ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. അതിൻ്റെ പ്രത്യേകത പക്ഷിച്ചിറക് പോലെ ഇരിക്കും. അതിൻ്റെ ഡിസൈൻ അങ്ങനെയാണ്. കേരളത്തിൽ ആദ്യമായ എക്സ്ട്രാ ഡോസ്റ്റർ കേബിൾ സ്റ്റേ പാലമാണ്. ഈ പുഴയിൽ തൂണില്ല, കരയിൽ മാത്രം തൂണുള്ള ഒരു പുതിയ ഡിസൈൻ ആണതിൻ്റെ. കേരളത്തിലെ ആദ്യത്തെ ഡിസൈനാണത്. തീരദേശ മണ്ഡലമായതിനാൽ മഴക്കാലം അമ്പലപ്പുഴയ്ക്ക് ഭീഷണിക്കാലമായിരുന്നു. തീരദേശ മേഖല നേരിട്ട ഈ പ്രതിസന്ധിക്കും കിഫ്ബി പരിഹാരം കണ്ടു. കടൽക്ഷോഭത്തിൽ നിന്ന് തീരവാസികളെ രക്ഷിക്കാൻ 49 പുലിമുട്ടോടുകൂടിയ കടൽ ഭിത്തിയാണ് അമ്പലപ്പുഴയുടെ തീരദേശത്തൊരുക്കുന്നത്. ഇതിൽ 30 പുലിമുട്ടുകളുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. 121 കോടി രൂപ കിഫ്ബി ഫണ്ട് ചെലവഴിച്ചാണ് ഇവയുടെ നിർമ്മാണം. അമ്പലപ്പുഴ മണ്ഡലത്തിൽ കുറേ വർഷങ്ങളായി കടല് കയറി ഭൂമിയും വീട് നഷ്ടപ്പെട്ടു പോകുന്ന ധാരാളം പേരുണ്ടായിരുന്നു. 2010 മുതൽ അങ്ങനെ പോയ ധാരാളം കുടുംബങ്ങൾ പല ക്യാമ്പിലായി കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഈ 5ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരാളും ക്യാമ്പിൽ കഴിയുന്നില്ല. അങ്ങനെ ക്യാമ്പിൽ പോകേണ്ടി വന്ന മുഴുവൻ മത്സ്യത്തൊഴിലാളികളെയും പുനരധിവസിപ്പിക്കാൻ ഈ സർക്കാരിൻ്റെ കാലത്ത് കഴിഞ്ഞു. അതിന് പുറമെ ഈ ഹോട്ട്സ്പോട്ടായിട്ട് കണ്ടെത്തിയ പോയിന്റുകൾ, അത് കിഫ്ബിയിലെ പൈസ ഉപയോഗിച്ചിട്ട് പുലിമുട്ട് നിർമ്മിക്കാൻ ആവശ്യമായ തീരുമാനം കൈക്കൊണ്ടു. 49 പുലിമുട്ടുകൾ അമ്പലപ്പുഴയുടെ തീരപ്രദേശത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. 30 എണ്ണം പൂർത്തീകരിച്ചു. ബാക്കി 19 ഇപ്പോൾ നിർമ്മാണം നടക്കുകയാണ്. അതിന് 121 കോടി രൂപയാണ് പുലിമുട്ട് നിർമ്മാണത്തിൻ്റെ ഭാഗമായി തീരസംരക്ഷണത്തിനായി ചെലവഴിക്കപ്പെടുന്നത്. മണ്ഡലത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലും കിഫ്ബി നിർണായക മാറ്റങ്ങളുണ്ടാക്കി. 3 സ്കൂളുകൾ ഒഴികെയുള്ള വിദ്യാലയങ്ങളിൽ കിഫ്ബിയുടെ വികസന കരമെത്തി. കോടികൾ ചെലവഴിച്ചുള്ള പുതിയ കെട്ടിടങ്ങൾ വിദ്യാലയങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും നിലവാരം 10 മടങ്ങ് ഉയർത്തി. മണ്ഡലത്തിൽ ഇപ്പോൾ സർക്കാർ സ്കൂളുകളിൽ 3 സ്കൂൾ ഒഴിച്ച് ബാക്കി മുഴുവൻ സ്കൂളുകളിലും പുതിയ കെട്ടിടം നിർമ്മിച്ചു പൂർത്തിയാക്കി ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതുമായി. അവിടെ ആ 3 സ്കൂളെന്ന് പറയുന്ന ഒരു സ്കൂൾ കുട്ടികൾക്ക് വേണ്ടതിനേക്കാൾ ക്ലാസ് മുറിയുണ്ട്. CYMA സ്കൂൾ പുന്നപ്ര. പിന്നെ 2 ടൗൺ ഭാഗത്ത് 2 സ്കൂളാണ്. അവിടെ മറ്റ് സ്ഥല സൗകര്യമില്ല. നിലവിലുള്ളത് പൊളിച്ചാൽ മാത്രമേ കൊടുക്കാൻ പറ്റൂ. ആ ഒരു കാരണം കൊണ്ടാണ് ബാക്കി എല്ലാ സ്കൂളുകൾക്കും കെട്ടിടം നിർമ്മിച്ചു. ചില സ്ഥലത്ത് 2 കെട്ടിടം നിർമ്മിച്ച സ്കൂളുണ്ട്, 3 കെട്ടിടം നിർമ്മിച്ച സ്കൂളുകളും ഉണ്ട്. 63 കോടി രൂപ നമുക്ക് കിഫ്ബിയുടെയും പ്ലാൻ ഫണ്ട്, MLA ഫണ്ട് എല്ലാം കൂടി ചേർത്ത് സ്കൂൾ നിർമ്മാണത്തിന് വേണ്ടി മാത്രം മണ്ഡലത്തിൽ ചിലവാക്കിയിട്ടുണ്ട്. പിന്നെ റോഡുകൾക്ക് 263 കോടി രൂപ റോഡ് പണിതു. അതിൽ നേരത്തെ അത് ഈ കണക്കിൽ വരില്ല. നേരത്തെ അമ്പലപ്പുഴ തകഴി റോഡ് കിഫ്ബിയുടെ ഭാഗമായ ആദ്യത്തെ പ്രോജക്റ്റാണ്. അത് കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് നിർമ്മിച്ചതാണ്. 249 കോടി രൂപ പാലങ്ങൾക്കായി, ഈ പറഞ്ഞ പാലങ്ങൾക്കും ചെറിയൊരു 17 പാലങ്ങളുണ്ട്, എല്ലാം കൂടി ചേർത്താൽ 249 കോടി പാലങ്ങൾക്കായി ചിലവാക്കുന്നു. അപ്പോൾ എല്ലാ നിലയിലും നമുക്കൊരു നല്ല മുന്നേറ്റം വികസനപരമായി ഉണ്ടാക്കാൻ പറ്റും. ചെറുതും വലുതുമായ നിരവധി പാലങ്ങളും റോഡുകളുമൊക്കെ അമ്പലപ്പുഴയുടെ വികസന പട്ടികയിലുണ്ട്. പ്രധാന റോഡുകൾ BMBC നിലവാരത്തിലാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. 263 കോടി രൂപയാണ് റോഡ് വികസനത്തിനായി ചെലവഴിച്ചത്. ഈ കിഫ്ബിയിലെ പൈസ ഉൾപ്പെടെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ ആകെ ഇതിനായി ചെലവഴിക്കപ്പെട്ട, വികസനത്തിന്റെ ഭാഗമായി ചെലവഴിക്കപ്പെട്ട പണം 1809 കോടി രൂപയാണ്. ഒരു കാലത്തും ഇത്രയും ഒരു ഷോർട്ട് ടൈമിൽ ഇത്രയും പണം വികസനത്തിനായി എത്തിച്ചൊരു കാലം ഉണ്ടായിട്ടില്ല. അത്രയേറെ വലിയ ഒരു പുരോഗതി നമ്മുടെ നാട്ടിൽ നോക്കിയാൽ കാണാൻ കഴിയും. ഇതിന് പുറമെ 3,90,00,000 ധാരാളം സ്കൂളുകൾ, 3 സ്കൂളുകൾ അതിന് കെട്ടിടം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കിഫ്ബിയുടെ ഫണ്ടാണ്. പൂർത്തിയാക്കിയ 5 കോടി നിർമ്മിച്ച് പൂർത്തിയാക്കിയ കെട്ടിടമുണ്ട് സ്കൂളിൻ്റെത്. അപ്പോൾ അങ്ങനെ സ്കൂൾ കെട്ടിട നിർമ്മാണത്തിനുൾപ്പെടെ കിഫ്ബിയുടെ ഭാഗമായി ധാരാളം പൈസ നമുക്ക് ലഭ്യമായി. അത് പിണറായി സർക്കാരിൻ്റെ ഒരു നല്ല വിഷൻ്റെ ഭാഗമായി കഴിഞ്ഞ ഗവൺമെൻറ് സമയം ഈ 2 സർക്കാരിൻ്റെ സമയത്തായി മുന്നോട്ട് വെച്ച ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വികസനം സാധ്യമായിട്ടുള്ളത്.
അമ്പലപ്പുഴയുടെ ഓരോ വഴികളിലും വികസനത്തിൻ്റെ വെള്ളി വെളിച്ചം കാണാം. കാഴ്ചയ്ക്കപ്പുറം വികസന വെളിച്ചം അനുഭവിച്ചറിയാം. അമ്പലപ്പുഴയിൽ അതിരുകളില്ലാത്ത വികസനം തുടരും. ശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥിയെ ചാത്തിരാൻ എന്ന് വിളിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നുവെന്നും ശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു കലാശാല പ്രവർത്തിച്ചിരുന്ന പ്രദേശം പിൽക്കാലത്ത് ചാത്തന്നൂർ ആയി മാറിയെന്നുമാണ് ചരിത്രരേഖകളിൽ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഇന്ന് ചാത്തന്നൂർ സമസ്ത മേഖലയിലും വികസന കുതിപ്പിലാണ്. ചരിത്രത്തിൻ്റെ സ്പന്ദനങ്ങൾ മുഴങ്ങുന്ന ചാത്തന്നൂരിൻ്റെ വികസന വിശേഷങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം. വികസന പ്രവർത്തനങ്ങളിലൂടെ ഒരു നാടിന്റെ സ്വപ്നങ്ങൾ പൂവണിയുന്നത് കാണണമെങ്കിൽ ചാത്തന്നൂർ മണ്ഡലത്തിലേക്ക് കടന്നു വന്നാൽ മതി. അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ഒരുക്കിയാണ് മണ്ഡലം ജനകീയ അഭിലാഷങ്ങളുടെ സ്വപ്നഭൂമിയായി മാറുന്നത്. ചാത്തന്നൂർ നിയോജകമണ്ഡലത്തിൽ നമ്മൾ സമഗ്രം ചാത്തന്നൂർ എന്ന പേരിൽ ആവിഷ്കരിച്ചിട്ടുള്ള വിവിധങ്ങളായ പദ്ധതികൾ, ഓരോ മേഖലയിലും വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ, അങ്ങനെയാണ് ഒരു വികസന രീതി നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ചാത്തന്നൂർ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി, ആരോഗ്യ മേഖലയിൽ ആരോഗ്യരക്ഷ ചാത്തന്നൂർ, കാർഷിക മേഖലയിൽ പുനർജനി ചാത്തന്നൂർ, അതുപോലെ സുരക്ഷിത ചാത്തന്നൂർ, കുടിവെള്ള വിതരണ മേഖലയിൽ ദാഹനീർ ചാത്തന്നൂർ, കളിക്കളം നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ കളിക്കളം ചാത്തന്നൂർ, അംഗൻവാടികൾ നവീകരിക്കുന്ന പ്രവർത്തനങ്ങൾ പുൻകരണം ചാത്തന്നൂർ, അതിൽ MLA താലോലം, അത് നിരാശ്രയരായിട്ടുള്ള കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ ഇല്ലാത്ത കുട്ടികൾക്ക് അത് ലഭ്യമാക്കുന്ന MLA താലോലം, ഭക്ഷണത്തിന് പ്രശ്നമുള്ള ഇടങ്ങളിൽ ഇടപെടുന്ന സ്നേഹസ്പർശം, അങ്ങനെ വിവിധ മേഖലകളിൽ നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഇങ്ങനെയാണ് നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കുടിവെള്ള വിതരണം, സ്കൂൾ അടിസ്ഥാന സൗകര്യ വികസനം, പാലം നിർമ്മാണം തുടങ്ങിയ നിരവധി വികസന പദ്ധതികളാണ് നടപ്പിലാക്കിയത്. നമ്മുടെ മണ്ഡലത്തിൽ എല്ലാ സ്കൂളുകളും ഹൈടെക് സ്മാർട്ട് സ്കൂളുകളാക്കി മാറ്റാൻ കഴിഞ്ഞു. വലിയ സഹായമാണ് കിഫ്ബിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. 5 കോടി രൂപയുടെ സ്കൂളുകൾ, 3 കോടി രൂപയുടെ സ്കൂളുകൾ, 1 കോടി രൂപയുടെ സ്കൂളുകൾ, നിരവധി സ്കൂൾ. ഇപ്പം ചാത്തന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ഹയർ സെക്കൻഡറി ക്ലാസ് റൂം ഉണ്ടായിരുന്നില്ല. 40 വർഷമായി ഹയർ സെക്കൻഡറി വന്നു എന്ന് പറയുമ്പോഴും ഒരു ഹയർ സെക്കൻഡറി ക്ലാസ് റൂം ഇല്ലാത്ത സ്കൂളായിരുന്നു. അവിടെ 5 കോടി രൂപയ്ക്ക് പുതിയ ഹൈസ്കൂൾ കെട്ടിടം മാത്രമല്ല, അതുകൊണ്ട് 4.5 കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് ഹയർ സെക്കൻഡറി ബ്ലോക്ക് പ്രത്യേകമായി നിർമ്മിച്ചു. അതിൻ്റെ 10 കോടിയിലധികം രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ ചാത്തന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെ, അതുപോലെ പൂതക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള്, നെടുങ്ങോല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള്, നെടുങ്ങോല ഹൈസ്കൂള്, തെക്കുംപാ ഹയർ സെക്കൻഡറി സ്കൂള്, ചെറക്കര ഗവൺമെൻറ് ഹൈസ്കൂള്, ആഴ്ചല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂള്, പുയപ്പള്ളി ഹൈസ്കൂള്, അങ്ങനെ എല്ലാ ഹൈസ്കൂളുകളും UPSകൾ തന്നെ, വേളവാനൂർ UPS, കല്ലുവാക്ക LPS, ആഴ്ചല്ലൂർ
ചെല്ലൂട്ട് മൈലക്കാട് UPS, കലക്കോട് UPS, പിന്നെ അങ്ങനെ എല്ലാ സ്കൂളുകളും, അരുതല സ്കൂളായാലും കോഴിപ്പാട് സ്കൂളായാലും കുനയിൽ ആയിരവല്യ സ്കൂള്, അതുപോലെ കോട്ടപ്പുറം LPS, പെരുമ്പുഴ LPS, എല്ലായിടത്തും ഒരു സ്കൂൾ പോലും വിട്ടുപോകാതെ നമ്മൾ സമയക്കുറവ് കൊണ്ട് എല്ലാ സ്കൂളുകളും നമുക്ക് പരാമർശിക്കുവാൻ സമയം കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. എല്ലാ സ്കൂളുകളിലും നമുക്ക് കിഫ്ബി ഉൾപ്പെടെയുള്ള വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് വേറെ 100 കോടിയിലധികം രൂപയുടെ അടിസ്ഥാന സൗരവികസന പ്രവർത്തനങ്ങൾ നമുക്ക് മണ്ഡലത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖല നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. വിദ്യാഭ്യാസ മേഖലയിൽ KPHSന് 1.60 കോടി രൂപ, ചിറക്കര GHSന് 1 കോടി രൂപ, ചാത്തന്നൂർ GLPSന് 1.90 കോടി രൂപ തുടങ്ങിയവ സ്കൂളുകൾക്ക് ഫണ്ട് അനുവദിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് മണ്ഡലം സാക്ഷ്യം വഹിച്ചു. പാർപ്പിടം, വിദ്യാഭ്യാസം, കുടിവെള്ളം, ആരോഗ്യം, പശ്ചാത്തല സൗകര്യ വികസനം തുടങ്ങിയ എല്ലാ മേഖലകളിലും പ്രത്യേകം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതായി മണ്ഡലം MLA ശ്രീ GS ജയലാൽ ചൂണ്ടിക്കാട്ടി. രൂക്ഷമായ കുടിവെള്ള വിതരണ പ്രശ്നമുള്ള മേഖലയാണ് ചാത്തന്നൂർ. ദാഹനീർ ചാത്തന്നൂർ എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് 100 കോടിയിലധികം രൂപ, അതുപോലെ ജലജീവൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് അത് 300 കോടിയിലധികം രൂപയുടെ കുടിവെള്ള വിതരണ ശൃംഖല, അത് പുതിയ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉൾപ്പെടെ വണ്ണയം കുടിവെള്ള പദ്ധതി, പുതിയ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, 3 പുതിയ ടാങ്കുകൾ, ആവശ്യത്തിലൂർ, കുമ്മല്ലൂർ, മണ്ണയം, കല്ലുവാതിക്കൽ 3 വലിയ ടാങ്കുകൾ ഉൾപ്പെടെ പുതുതായി രൂപീകരിച്ച് 300 കോടിയിലധികം രൂപയുടെ അടിസ്ഥാന സൗരവികസന പ്രവർത്തനങ്ങൾ നമുക്ക് കുടിവെള്ള വിതരണം. അതുകൊണ്ട് മണ്ഡലത്തിൽ ഇന്ന് ഏതാണ്ട് 95% സ്ഥലത്തും കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. 100% എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ കുടിവെള്ളത്തിൻ്റെ സോഴ്സ് ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. പുനലൂരിൽ നിന്നാണ് നമുക്ക് വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് പരവൂർ പൂതക്കുളം പ്രദേശത്ത് യഥേഷ്ടം വെള്ളം എത്താത്തൊരവസ്ഥ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ദാഹനീർ ചാത്തന്നൂർ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് 7 കോടി രൂപ ചിലവഴിച്ച് ഇപ്പം ഇത്തിക്കര പ്രദേശത്ത് ഒരേ ഭൂമി വാങ്ങി അവിടെ പുതിയ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും പുതിയ തടയണയും ഉൾപ്പെടെ നിർമ്മിച്ചുകൊണ്ടുള്ള പുതിയ പദ്ധതിക്ക് ഭാവിയിൽ നമുക്ക് പരവൂർ പൂതക്കുളം യാച്ചല്ലൂർ പ്രദേശത്ത് ഇവിടെ നിന്ന് തന്നെ വെള്ളമെടുത്ത് കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള പുതിയ പദ്ധതിക്ക് രൂപം കൊടുത്തതിൻ്റെ ഡിസൈൻ വിങ് വർക്കുകൾ നടക്കുകയാണ്. 1-2 കൊല്ലത്തിന് അത് ആ പ്രവർത്തനം പൂർത്തിയാവും. കുടിവെള്ള വിതരണ മേഖല വലിയ മുന്നേറ്റമാണ് നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 28 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കിയ കല്ലുവാതുക്കൽ കുടിവെള്ള പദ്ധതിയും ചാത്തന്നൂർ കുടിവെള്ള പദ്ധതിയും നാടിന്റെ ദാഹമകറ്റുവാൻ ഏറെ സഹായകരമായി മാറി. നാടിന്റെ സമസ്ത മേഖലയും പുരോഗതിയിലേക്ക് കുതിക്കുന്ന മണ്ഡലത്തിൽ ആരോഗ്യമേഖലയ്ക്ക് 31.60 കോടി രൂപയാണ് വിനിയോഗിച്ചത്. ചിറക്കര PHCക്ക് 1.75 കോടി രൂപ, പരവൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി പേ വാർഡിന് 60 ലക്ഷം രൂപ, കല്ലുവാതുക്കൽ ഹോമിയോ ആശുപത്രിക്ക് 25 ലക്ഷം രൂപ എന്നിങ്ങനെയാണ് തുക അനുവദിച്ചതെന്നും MLA ശ്രീ GS ജയലാൽ പറഞ്ഞു. മെഡിക്കൽ കോളേജിന് മാത്രം ഏതാണ്ട് 1500-ലധികം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ മെഡിക്കൽ കോളേജിൽ മാത്രം നമുക്ക് കിഫ്ബി ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ ഫണ്ടുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്താൻ കഴിഞ്ഞു. അതുപോലെ നെടുങ്കോലം താലൂക്ക് ആശുപത്രി, കല്ലുവാതിക്കൽ പാരിപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന FHC, ചാത്തന്നൂർ FHC, ആച്ചല്ലൂർ FHC, മദമ്പള്ളി FHC, കലക്കോട് CHC ഉൾപ്പെടെയുള്ള വിവിധ ആശുപത്രികളിലായി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ 1600ഓളം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് കിഫ്ബി ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ ഫണ്ടുകൾ വെച്ചുകൊണ്ട് ഇന്നിപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് 9.5 വർഷമായുള്ള നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് കേരളത്തിൽ തന്നെ 9.5 വർഷം കൊണ്ട് ഇത്രയേറെ വളർച്ച ഉണ്ടാക്കിയ മറ്റൊരു മെഡിക്കൽ കോളേജ് ഇല്ല. നമ്മൾ പലപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജായിട്ടാണ് അതിനെ കമ്പയർ ചെയ്യുന്ന ആളുകൾ. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഏതാണ്ട് 100 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള മെഡിക്കൽ കോളേജാണ്. അവിടെ ഇത്രയും നാളുകൊണ്ടാണ് ഇത്രയധികം വികസനം കൈവരിച്ചതെങ്കിൽ കേരളത്തിൽ സമാന സമയത്തുണ്ടായിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജ് ഇല്ലാത്ത തരത്തിൽ 9.5 വർഷം കൊണ്ട് ഇത്രയേറെ അടിസ്ഥാന സൗകര്യം വികസന നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത് പാരിപ്പള്ളി കൊല്ലം മെഡിക്കൽ കോളേജിലാണ്. അത് കിഫ്ബിയുടെ വലിയ സഹായം ഉണ്ടായിരുന്നു. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭാവനയായി ഞങ്ങൾ കാണുകയാണ്. പരവൂർ മാർക്കറ്റ് കോംപ്ലക്സിന് 2.35 കോടി രൂപ, കൊട്ടിയം മാർക്കറ്റ് കോംപ്ലക്സിന് 2.26 കോടി രൂപ,
പാരിപ്പള്ളി മാർക്കറ്റ് കോംപ്ലക്സിന് 3.02 കോടി രൂപ, ചാത്തന്നൂർ മാർക്കറ്റ് കോംപ്ലക്സിന് 5.28 കോടി രൂപ, പരവൂർ ഫിഷ് ലാൻഡിംഗ് സെന്ററിന് 6.25 കോടി രൂപ എന്നിങ്ങനെയും റോഡുകളുടെയും പാലങ്ങളുടെയും വികസനത്തിനായി 100 കോടിയിൽ പരം തുകയാണ് അനുവദിച്ചത്. കേരളത്തിലിപ്പോൾ കിഫ്ബിയുടെ പ്രവർത്തനം ഇപ്പോൾ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ 1,10,000 കോടിയോളം രൂപയുടെ വിവിധങ്ങളായ പദ്ധതികൾ കിഫ്ബി ഏറ്റെടുത്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ വികസന പദ്ധതികൾ ഹൈവേ ആയാലും, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, നാഷണൽ ഹൈവേയുടെ സ്ഥലമേറ്റവുമായി ബന്ധപ്പെട്ട വേണ്ട 7,000 കോടിയോളം രൂപ, പിന്നെ ഇപ്പോൾ ശബരി റെയിൽപാത ഉൾപ്പെടെയുള്ള വൻകിട പദ്ധതികൾ, 10,000-കണക്കിന് കോടികളുടെ വൻകിട പദ്ധതികൾ ഉൾപ്പെടെ കിഫ്ബി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ഒരു പശ്ചാത്തലമാണ് കേരളത്തിലാകെയുള്ളത്. ഇപ്പോൾ 2016 ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു പ്രഖ്യാപനമാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ പൊതുവിദ്യാലയങ്ങളെ ഏറ്റവും സ്മാർട്ട് സ്കൂളുകളാക്കി മാറ്റുക, ഇതാണ് ഗവൺമെൻറ് ലക്ഷ്യമിട്ടത്. അത് ചാത്തന്നൂർ മണ്ഡലത്തിലാണ് 2011 മുതൽ നമ്മൾ ആരംഭിച്ച ചാത്തന്നൂർ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി പ്രവർത്തനത്തിൻ്റെ നേർരൂപമാണ് ഈ പറയുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നത് ഗവൺമെൻറ് മനസ്സിലാക്കിക്കൊണ്ട് 2016 ആരംഭിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ചാത്തന്നൂരിൽ നടന്നു വരുന്ന ചാത്തന്നൂർ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി പ്രവർത്തനം അതേ പേരിൽ തുടരാൻ ഉത്തരവിറക്കിയ മണ്ഡലമാണ് ചാത്തന്നൂർ. കേരളത്തിൽ അങ്ങനെ ഒരു ഉത്തരവ് കിട്ടിയ ഏക നിയോജകമണ്ഡലം ചാത്തന്നൂരാണ്. ചാത്തന്നൂർ വികസനത്തിൻ്റെ പാതയിലൂടെ ചരിത്രം കുറിച്ച് മുന്നേറുകയാണ്. എല്ലാ മണ്ഡലങ്ങൾക്കും മാതൃകയായി. ചരിത്രമുറങ്ങുന്ന ചാത്തന്നൂരിൽ വികസന വിസ്മയങ്ങൾ പെയ്തിറങ്ങുകയാണ് അസൂയാവഹമായ കർമ്മ പദ്ധതികളിലൂടെ.